Hi everyone, welcome to Disha Academy. സയൻസിൽ നിന്ന് ഏറ്റവും നല്ല ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന എക്സാംസിൽ ഒന്നാണ് ഗ്രൂപ്പ് ഡി എക്സാംസ്. പലപ്പോഴും ഗ്രൂപ്പ് ഡി എക്സാംസിന് പ്രോബ്ലംസ് അടക്കമുള്ള സയൻസിൽ നിന്നുള്ള ഏറ്റവും നല്ല ക്വസ്റ്റ്യൻസ് ചോദിച്ച് കാണാറുണ്ട്. അപ്പോൾ ആ ഒരു എക്സാം ഫേസ് ചെയ്യാൻ വേണ്ടി നിങ്ങളെ റെഡിയാക്കാൻ വേണ്ടിയിട്ട് സയൻസിൽ നിന്ന് ചോദിക്കാറില്ല, ഏറ്റവും റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന 500 ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുന്ന സെഷനാണ് നമ്മൾ ഇന്നിവിടെ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഏറ്റവും നല്ലതായിട്ട് ഞങ്ങൾക്ക് തോന്നിയിട്ടുള്ള ഒരു 10 ക്വസ്റ്റ്യൻസ് ആണ്. ഏറ്റവും ബേസിക് ആയിട്ട് വരുന്ന കുറച്ച് ചാപ്റ്റേഴ്സിൽ നിന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, സോ നമുക്ക് അധികം സമയം കളയാതെ ഓരോ ക്വസ്റ്റ്യൻസിലേക്കും പോവാം. നിങ്ങൾ പെന്നും പേപ്പറൊക്കെ എടുത്തിട്ട് റെഡി ആയിട്ടിരിക്കുക. നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കും. നിങ്ങൾ എഴുതി വെച്ച് പഠിക്കുന്നത് നിങ്ങൾക്ക് ഫൈനൽ റിവിഷൻ എന്ന് പറയുന്നത് വളരെ ഈസി ആയിട്ട് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. സോ ഫസ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു പ്രോബ്ലം ആണ്. പ്രോബ്ലം ഇതാണ്: ഈ സബ്സ്റ്റൻസ് ഇൻ വിച്ച് 49 grams of ordinary salt is dissolved in 320 grams of water. Calculate the concentration in terms of mass by mass percentage. അപ്പോൾ ഇവിടെ പറയുന്നത് എന്താണ് ക്വസ്റ്റ്യനിൽ? മാസ് ബൈ മാസ് പെർസെൻറ്റേജ് കാണാനാണ് ബേസിക്കലി നമ്മളോട് ചോദിക്കുന്നത്. മാസ് ബൈ മാസ് പെർസെൻറ്റേജ് കാണാൻ വേണ്ടിയിട്ട് ഒരുപാട് ക്വസ്റ്റ്യൻസ് പല വർഷങ്ങളിലായിട്ട് ഗ്രൂപ്പ് ഡിയിൽ ചോദിച്ചിട്ടുണ്ട്. അതിൽ 2-3 ക്വസ്റ്റ്യൻസ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് കാര്യങ്ങൾ വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലാവും. അപ്പോൾ മാസ് ബൈ മാസ് പെർസെൻറ്റേജിൽ നിങ്ങൾ കണ്ടുപിടിക്കേണ്ടത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മാസ് ഓഫ് ദ കോമ്പണൻറ്റ് ഫോർമുലയുണ്ട്. മാസ് ഓഫ് കോമ്പണൻറ്റ്, മാസ് ഓഫ് കോമ്പണൻറ്റ് എന്ന് പറയുമ്പോൾ ആ എന്ത് സാധനത്തിൻ്റെ മാസാണോ കണ്ടുപിടിക്കുന്നത്. നോർമലി ഇപ്പോൾ ഒരു സൊല്യൂഷൻ ആണെങ്കിൽ അതിനകത്ത് സൊല്യൂട്ടും സോൾവെൻറ്റും ഉണ്ടാകും അല്ലേ? സൊല്യൂട്ടും സോൾവെൻറ്റും. ഒരു സൊല്യൂഷൻ എന്ന് പറയുന്നത് അതിനകത്ത് 2 സാധനങ്ങളാണ് ഉണ്ടാവുക. ഒന്നാമത്തേത് സൊല്യൂട്ട്, രണ്ടാമത്തേത് സോൾവെൻറ്റ്. ഓക്കെ, ഈ 2 സാധനങ്ങളൂടെ കൂടുമ്പോഴാണ് നമ്മൾ അതിനൊരു സൊല്യൂഷൻ എന്ന് പറയുക. ഇനി എന്താണ് സൊല്യൂട്ട്, എന്താണ് സോൾവെൻറ്റ്? ഒരു സൊല്യൂഷനിൽ മേജർ കോമ്പോണൻറ്റിനെയാണ്, മേജർ കോമ്പോണൻറ്റിനെയാണ് നമ്മൾ സോൾവെൻ്റ് എന്ന് വിളിക്കുക. മിനിമം ആയിട്ടുള്ള സാധനത്തിന്, മിനിമൽ കോമ്പോണൻറ്റിനെ നമ്മൾ എന്ത് വിളിക്കും? സൊല്യൂട്ട് എന്ന് വിളിക്കും. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മളൊരു 1 കപ്പ് വെള്ളത്തിൽ 1 സ്പൂൺ സോൾട്ട് ഇട്ടു. അപ്പോൾ 1 കപ്പ് വെള്ളം എന്ന് പറയുന്നൊരു വലിയ ക്വാണ്ടിറ്റിയാണ് 1 സ്പൂൺ സോൾട്ടിനെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ നമുക്ക് എന്ത് പറയാം? ഈ 1 കപ്പ് അല്ലെങ്കിൽ വലിയ ക്വാണ്ടിറ്റിയിൽ വരുന്ന ആളാണ് നമ്മുടെ സോൾവെൻറ്റ്, ചെറിയ ക്വാണ്ടിറ്റിയിൽ വരുന്ന ആളാണ് നമ്മുടെ സൊല്യൂട്ട്. ഇങ്ങനെയാണ് നമ്മൾ പറയുന്നത്. സാധനങ്ങളിൽ ഏതാണ്, അല്ലെങ്കിൽ ഒരു സൊല്യൂഷൻ തന്നു കഴിഞ്ഞാൽ അതിനകത്ത് ഏതാണ് സൊല്യൂട്ട്, ഏതാണ് സോൾവെൻ്റ് എന്ന് നമ്മൾ പറയാം. ഓക്കെ, അപ്പോൾ നമ്മളൊരു സൊല്യൂഷനിലാണ് നമുക്ക് നോർമലി ഇങ്ങനെ മാസ് ബൈ മാസ് പെർസെൻറ്റേജ് കാണാൻ പറയുക. അപ്പോൾ മാസ് ഓഫ് കോമ്പണൻ്റ് എന്ന് പറയുന്നത് നോർമലി നമ്മളോട് സൊല്യൂട്ടിൻ്റെ മാസ് ആയിരിക്കും ചോദിക്കുക, മാസ് പെർസെൻറ്റേജ് കാണാൻ. ഓക്കെ, അല്ലെങ്കിൽ നമ്മളോട് പറയും ഏത് സാധനത്തിൻ്റെതാണ് കാണേണ്ടത്. അപ്പോൾ എന്തിൻ്റെ മാസ് പെർസെൻറ്റേജ് ആണോ കണ്ടുപിടിക്കേണ്ടത് അതിൻ്റെ അളവ് മുകളിൽ എഴുതുക. ബൈ മാസ് ഓഫ് സൊല്യൂഷൻ, ബൈ മാസ് ഓഫ് സൊല്യൂഷൻ ഇൻറ്റു 100. ഇതാണ് നമ്മുടെ ഫോർമുല. മാസ് ബൈ മാസ് പെർസെൻറ്റേജ് കണ്ടുപിടിക്കേണ്ട ഫോർമുല എന്താണ്? മാസ് ഓഫ് കോമ്പണൻറ്റ് ബൈ മാസ് ഓഫ് സൊല്യൂഷൻ ഇൻറ്റു 100. ഇനി ഈ ഫോർമുല ഉപയോഗിച്ച് എങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടതെന്ന് ഞാൻ പറയാം. അപ്പോൾ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് ഈ ഒരു പർട്ടിക്കുലർ സൊല്യൂഷനിൽ 49 ഗ്രാം സോൾട്ട് ഉണ്ട്, 49 ഗ്രാം സോൾട്ട് ഉണ്ട്. അതുപോലെ തന്നെ 320 ഗ്രാം വാട്ടർ ഉണ്ട്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മൾ പറയുവാണ് കാൽക്കുലേറ്റ് ദ കോൺസെൻട്രേഷൻ ഇൻ ടേംസ് ഓഫ് മാസ് ബൈ മാസ് പെർസെൻറ്റേജ്. അപ്പോൾ കോൺസെൻട്രേഷൻ എന്ന് പറയുമ്പോൾ ഒരു സോൾവെൻറ്റിൽ എത്ര സൊല്യൂട്ട് അടങ്ങിയിട്ടുണ്ട്, ഒരു സോൾവെൻറ്റിൽ എത്ര സൊല്യൂട്ട് അടങ്ങിയിട്ടുണ്ടെന്നുള്ളതിനെയാണ് നമ്മൾ അതിൻ്റെ പെർട്ടിക്കുലർ കോൺസെൻട്രേഷൻ എന്നുള്ളത് കൊണ്ട് എപ്പോഴും മീൻ ചെയ്യുക. അപ്പോൾ നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ഈ വെള്ളത്തിൽ എത്ര സോൾട്ട് ഉണ്ട്, സോൾട്ടിൻ്റെ പെർസെൻറ്റേജ് ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ സോൾട്ട് എന്ന് പറയുന്നത് 49 ഗ്രാം ആണ്. ബൈ കോൺസെൻട്രേഷൻ അല്ലെങ്കിൽ മാസ് ഓഫ് സൊല്യൂഷൻ ആണ്. മാസ് ഓഫ് സൊല്യൂഷൻ എന്ന് പറയുമ്പോൾ അതിനകത്ത് വെള്ളത്തിൻ്റെ അളവും വരും, അതുപോലെ തന്നെ ആരുടെ അളവും വരും? സോൾട്ടിൻ്റെ അളവും വരും. കാരണം സൊല്യൂഷൻ എന്ന് പറയുന്നത് സൊല്യൂട്ടും സോൾവെൻറ്റും കൂടെ മിക്സ് ആവുന്നതാണ്. അപ്പോൾ മോളിൽ സൊല്യൂട്ടിൻ്റെ വാല്യൂ ബൈ താഴെ സൊല്യൂട്ടിൻ്റെയും അതുപോലെ തന്നെ സോൾവെൻറ്റിൻ്റെയും വാല്യൂ നമ്മൾ ആഡ് ചെയ്യണം. എന്നിട്ട് നമ്മൾ അതിനെ എന്ത് ചെയ്യണം? പെർസെൻറ്റേജിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ട്
100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. നമുക്ക് എന്ത് കിട്ടും? 49/369 ഇൻറ്റു 100 എന്ന് കിട്ടും. ഇത് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ കിട്ടും. അപ്പോൾ ഈ രീതിയിലാണ് ഈ പ്രോബ്ലം ചെയ്യേണ്ടത്. നമുക്ക് സോൾവ് ചെയ്യുമ്പോൾ 13.28% എന്ന് ആൻസർ കിട്ടും. 13.28% എന്ന് ആൻസർ കിട്ടും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഞാൻ അടുത്ത പ്രോബ്ലം കാണിക്കാം. നിങ്ങൾക്കൊരു 1 മിനിറ്റ് ടൈം തരാം. ആ ടൈമിനിടയ്ക്ക് നിങ്ങൾക്ക് ഈ പെർട്ടിക്കുലർ പ്രോബ്ലം സോൾവ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നിങ്ങൾ നോക്കുക. ഓക്കെ, സോ നമ്മുടെ പ്രോബ്ലം ഇതാണ്. A solution contains 320 gram of water with 36 gram of salt. What will be the concentration of the solution in terms of mass by mass percentage? ഞാൻ ക്വസ്റ്റിൻ്റെ ഫ്രണ്ടിൽ നിന്ന് മാറി നിൽക്കാം. 1 മിനിറ്റ് ടൈം നിങ്ങൾക്ക് തരാം. ആ ടൈമിനിടയിൽ നിങ്ങളിത് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യാം. ഓക്കെ, ഓക്കെ, ചെയ്തോ? എങ്ങനെയാണ് ചെയ്യുക? ഒരു സൊല്യൂഷൻ ഉണ്ട്. ആ സൊല്യൂഷനിൽ 320 ഗ്രാം വെള്ളമുണ്ട് അല്ലേ? 320 ഗ്രാം വാട്ടർ ഉണ്ട്. അതുപോലെ തന്നെ 36 ഗ്രാം സോൾട്ട് ഉണ്ട്. 36 ഗ്രാം സോൾട്ട് ഉണ്ട്. സോൾട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് സയൻറ്റിഫിക് നെയിം? സോഡിയം ക്ലോറൈഡ് അല്ലേ? സയൻറ്റിഫിക് അല്ല, കെമിക്കൽ നെയിം എന്ന് പറയുന്നത് സോഡിയം ക്ലോറൈഡ് ആണ്. NaCl എന്നാണ് ഫോർമുല വരിക. NaCl എന്നാണ് ഫോർമുല വരിക. നിങ്ങൾക്ക് അറിയണ കാര്യമാണ്. എന്നാലും ഇതുപോലും എക്സാംസിന് എപ്പോഴും ചോദിക്കാറുണ്ട്. ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പോലും നമ്മൾ പഠിച്ചു വെക്കേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞു 320 ഗ്രാം വെള്ളത്തിൽ 36 ഗ്രാം സോൾട്ട് മിക്സ് ചെയ്തിട്ട് നമ്മൾ എന്തുണ്ടാക്കി? ഒരു സൊല്യൂഷൻ ഉണ്ടാക്കി. അങ്ങനെയാണെങ്കിൽ ആ സൊല്യൂഷൻ്റെ കോൺസെൻട്രേഷൻ മാസ് ബൈ മാസ് പെർസെൻറ്റേജ് നമ്മൾ എന്ത് ചെയ്യണം? റെപ്രസെൻറ്റ് ചെയ്യണം. എങ്ങനെ ചെയ്യാം? നമ്മൾ മുകളിൽ എഴുതേണ്ടത് നമുക്കറിയാം 36 ഗ്രാം സോൾട്ടും 320 ഗ്രാം വാട്ടറും. അപ്പോൾ സോൾട്ട് നമ്മുടെ സൊല്യൂട്ടാണ്, വാട്ടർ നമ്മളുടെ സോൾവെൻ്റ് ആണ്. സൊല്യൂട്ട് എത്ര ഗ്രാം ഉണ്ടെന്ന് നമ്മൾ മുകളിൽ എഴുതണം. അപ്പോൾ 36. ഇനി മൊത്തം സൊല്യൂഷൻ എത്ര ഗ്രാം ഉണ്ടെന്ന് താഴെ എഴുതണം. ഓക്കെ, 320 ഗ്രാം സോൾവെൻറ്റും ഉണ്ട്, 36 ഗ്രാം സൊല്യൂട്ടും ഉണ്ട്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 36/356 പെർസെൻറ്റേജിലേക്ക് മാറ്റാൻ വേണ്ടി ഇൻറ്റു 100 ചെയ്യുക. ഇൻറ്റു 100 ചെയ്യുക. ഇത് സോൾവ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? നമുക്ക് നമ്മുടെ മാസ് ബൈ മാസ് പെർസെൻറ്റേജ് കോൺസെൻട്രേഷൻ ടേംസിൽ കിട്ടും. അപ്പോൾ നമുക്ക് 10.11% നമ്മുടെ ആൻസർ കിട്ടും. എന്ത് കിട്ടും? 10.11% നമുക്ക് ആൻസർ കിട്ടും. സോ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. അതിന് മുന്നേ നിങ്ങൾ ഗ്രൂപ്പ് ഡി അല്ലെങ്കിൽ NTPC എക്സാംസിന് പ്രിപ്പയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ നമുക്ക് ഗ്രൂപ്പ് ഡിക്കും അതുപോലെ തന്നെ NTPCക്കും വേണ്ടിയിട്ട് സ്പെഷ്യൽ ബാച്ച് ഓൺലൈനായിട്ട് ദിശ അക്കാഡമിയിൽ നടക്കുന്നുണ്ട്. അപ്പോൾ ഈ ബാച്ചുകളിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. NTPC കോഴ്സ് നമ്മൾ ഓൾറെഡി ലോഞ്ച് ചെയ്തു. ഇപ്പോൾ ബാച്ച് റണ്ണിങ് ആണ്. അപ്പോൾ ആ കോഴ്സിലേക്ക് നിങ്ങൾ ജോയിൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതുവരെ കഴിഞ്ഞ കുറച്ച് ക്ലാസ്സുകളുണ്ട്. ആ ക്ലാസ്സുകളുടെ റെക്കോർഡഡ് സെഷൻസ് അവൈലബിൾ ആയിരിക്കും. ബാക്കി ക്ലാസ്സുകൾ നിങ്ങൾക്ക് ലൈവായിട്ടും ഇൻട്രാക്ട് ചെയ്യാനും കാണാനും പറ്റും. ഇനി റെക്കോർഡഡ് സെഷൻസിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഡൗട്ട്സ് നിങ്ങൾക്കൊരു മെൻറ്റർ ഉണ്ടായിരിക്കും. ആ മെൻറ്ററിനോട് ചോദിച്ചിട്ട് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അതല്ലാന്നുണ്ടെങ്കിൽ അടുത്ത ലൈവ് സെഷനിൽ ഫാക്കൾട്ടി വരുമ്പോൾ ആ ഫാക്കൾട്ടിയുടെ അടുത്ത് തന്നെ നിങ്ങൾക്ക് ഡയറക്റ്റ് ചോദിച്ചിട്ട് ഈ ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ നിങ്ങളുടെ ഡൗട്ട്സ് നിങ്ങൾക്ക് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഇനി ഗ്രൂപ്പ് ഡി ആണെങ്കിൽ നമ്മൾ കോഴ്സ് ലോഞ്ച് ചെയ്തിട്ടേ ഉള്ളൂ. ക്ലാസ്സുകൾ അങ്ങനെ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. പുതിയ കോഴ്സാണ്. നിങ്ങൾക്ക് അതിലേക്ക് എൻറോൾ ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം എല്ലാ സിലബസും, ഏകദേശം അല്ല എല്ലാ സിലബസും കംപ്ലീറ്റ് ചെയ്ത് നിങ്ങൾക്ക് മോക്ക് ടെസ്റ്റുകളും കാര്യങ്ങളും ഒക്കെ തന്ന് ഏറ്റവും നല്ല രീതിയിൽ നിങ്ങളെ ഗ്രൂപ്പ് ഡി എക്സാംസ് എഴുതാൻ വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യിക്കുന്ന ഒരു കോഴ്സാണിത്. ഈ കോഴ്സിൻ്റെ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ 8075753676 എന്ന നമ്പറിലേക്കോ അതല്ലെങ്കിൽ 7012615062 എന്ന നമ്പറിലേക്കോ നിങ്ങൾക്ക് വിളിച്ച് നോക്കാം. അപ്പോൾ ഈ കോഴ്സിൻ്റെ ബാക്കി ഡീറ്റെയിൽസും കാര്യങ്ങളും ഒക്കെ നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ട് പറ്റും. ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാമോ? നമ്മുടെ ക്വസ്റ്റ്യൻ ഇതാണ്.
ഈസ് എൻ അലോട്രോപിക് ഫോം ഓഫ് ഹൈഡ്രജൻ, ഓക്സിജൻ, നൈട്രജൻ, കാർബൺ. ആൻസർ പറഞ്ഞേ. ഫുള്ളറിൻ എന്ന് പറയുന്നത് താഴെ തന്നിട്ടുള്ളതിൽ എന്തിൻ്റെ ആലോട്രോപ്പാണ്? താഴെ തന്നിട്ടുള്ളതിൽ എന്തിൻ്റെ ആലോട്രോപ്പാണ് ഫുള്ളറിൻ എന്ന് പറയുന്നത്? പെട്ടെന്ന് ആരാണ് കമൻറ്റ് ചെയ്യുന്നത് നോക്കട്ടെ. ഫസ്റ്റ് കമൻറ്റ് ആരുടേതാണെന്ന് നോക്കട്ടെ. ഓക്കെ, സോ ഫുള്ളറിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഫുള്ളറിനല്ല, നമ്മൾ ബേസിക്കലി ആദ്യം അറിയേണ്ടത് ആലോട്രോപ്പ് എന്താണെന്നാണ്. ആലോട്രോപ്പ് ഒരേ എലമെൻറ്റിൻ്റെ ഡിഫറൻറ്റ് സ്ട്രക്ചറൽ ഫോമിനെയാണ് നമ്മളൊരു ആലോട്രോപ്പ് എന്ന് പറയുക. അതായത് ഡിഫറൻറ്റ് സ്ട്രക്ചറൽ ഫോംസ് ഓഫ് സെയിം എലമെൻറ്റ്, ഒരേ എലമെൻറ്റിൻ്റെ ഡിഫറൻറ്റ് സ്ട്രക്ചറൽ ഫോമുകളെയാണ് നമ്മൾ എന്ത് പറയുക? ആലോട്രോപ്പുകൾ എന്ന് പറയുക. അപ്പോൾ നിങ്ങൾ ചോദിക്കുമ്പോൾ എന്താണ് ഒരേ എലമെൻറ്റിൻ്റെ ഡിഫറൻറ്റ് സ്ട്രക്ചറൽ കോമ്പൗണ്ട്? നിങ്ങൾ ആദ്യം അറിയേണ്ടത് ആലോട്രോപ്പിനകത്ത് സിംഗിൾ എലമെൻറ്റ് മാത്രമേ കാണൂ. ഇപ്പോൾ കാർബണിൻ്റെ ആലോട്രോപ്പ് ആണെങ്കിൽ അതിനകത്ത് കാർബൺ ആറ്റംസ് മാത്രമേ കാണൂ. ഇപ്പോൾ കാർബൺ ഡയോക്സൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് കാർബണും ഉണ്ട്, ഓക്സിജനും ഉണ്ട്. ഇത് കാർബണിൻ്റെ ഒരു കോമ്പൗണ്ടാണ്, ആലോട്രോപ്പ് അല്ല. കാർബണിൻ്റെ ആലോട്രോപ്പിൽ കാർബൺ മാത്രമേ കാണൂ. സൾഫറിൻ്റെ ആലോട്രോപ്പിൽ ആര് മാത്രമേ കാണൂ? സൾഫർ ആറ്റംസ് മാത്രമേ കാണൂ. ഫോസ്ഫറസിൻ്റെ ആണെങ്കിലോ അതിനകത്ത് ഫോസ്ഫറസിൻ്റെ ആറ്റംസ് മാത്രമേ കാണൂ. ഇങ്ങനെയാണ് ആലോട്രോപ്സ് ഉണ്ടാവുക. അതിനകത്ത് ഒരു സിംഗിൾ എലമെൻറ്റ് മാത്രമേ ഉണ്ടാവൂ. ആലോട്രോപ്പിൽ ഒരു സിംഗിൾ എലമെൻറ്റ് മാത്രമേ ഉണ്ടാവൂ. അങ്ങനെയാണെങ്കിൽ ഇവരെന്തുകൊണ്ട് ഡിഫറെൻ്റ് ആയിട്ടിരിക്കണം? നമ്മൾ ഡിഫറെൻ്റ് ആയിട്ടുള്ള ആൾക്കാരെന്ന് പഠിക്കുന്നത് എന്തുകൊണ്ടാണ്? ഇവരുടെ അറേഞ്ച്മെൻറ്റ് ഡിഫറെൻ്റ് ആണ്. ഓക്കെ, അറേഞ്ച്മെൻറ്റ് ഡിഫറെൻ്റ് ആണ്. ആറ്റംസ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഡിഫറെൻ്റ് ആയിട്ടാണ്. നമുക്കത് ഏറ്റവും നല്ല രീതിയിൽ എടുത്ത് പഠിക്കാൻ പറ്റുന്നത് കാർബണിൻ്റെ കേസിലാണ്. കാർബണിൻ്റെ ബേസിക് ആയിട്ടുള്ള ആലോട്രോപ്സ് എന്ന് പറയുന്നതാണ് ഡയമണ്ട്, രണ്ടാമത്തത് ഗ്രാഫൈറ്റ്, മൂന്നാമത്തേത് ഫുള്ളറിൻ. ഈ മൂന്ന് പേരും നമ്മുടെ കാർബണിൻ്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള 3 ആലോട്രോപിക് ഫോമുകളാണ്. ആരൊക്കെ വരും? ഡയമണ്ട് വരും, ഗ്രാഫൈറ്റ് വരും, ഫുള്ളറിൻ വരും. ഈ ഡയമണ്ട് നമുക്കറിയാം നമ്മുടെ ഓർണമെന്റ്സിലൊക്കെ വയ്ക്കുന്ന വെള്ള കളർ ഏറ്റവും തിളക്കമുള്ള വളരെ വിലപിടിപ്പുള്ള കല്ലാണ് എന്തെന്ന് പറയുന്നത്? ഡയമണ്ട് എന്ന് പറയുന്നത്. ഈ ഗ്രാഫൈറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ പെൻസിലിനൊക്കെ അകത്ത് വരുന്ന ലെഡാണ് ഗ്രാഫൈറ്റ്. നമ്മുടെ പെൻസിലിനകത്ത് ലെഡ് എന്ന് പറയില്ലേ, ആ ബ്ലാക്ക് കളർ റോഡാണ് ഗ്രാഫൈറ്റ് എന്ന് പറയുന്നത്. ഇനി ഫുള്ളറിൻ എന്ന് പറയുന്നത് മറ്റൊരു സബ്സ്റ്റൻസ് ആണ്, കാർബണിൻ്റെ തന്നെ മറ്റൊരു ഫോം, നമുക്ക് അത്ര ഫെമിലിയർ അല്ലാത്ത ഒരു ഫോമാണ് ഫുള്ളറിൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഫോമിലെല്ലാം വരുന്നത് നിങ്ങൾ ആലോചിച്ച് പെൻസിലിനകത്ത് വരുന്ന ലെഡും അതുപോലെ തന്നെ ഡയമണ്ടും എന്ത് തന്നെയാണ്? കാർബണിൻ്റെ 2 ഡിഫറെൻറ്റ് ഫോംസ് ആണ്. അതിനകത്ത് കാർബൺ ആറ്റംസ് മാത്രമേ ഉള്ളൂ. പക്ഷെ ഇവരുടെ എന്താ പറയുക, ആ ഒരു മൊത്തം സ്വഭാവവും എന്താണ്? ഡിഫറെൻ്റ് ആണ്. അങ്ങനെ വരാൻ കാരണം ഇതിൻ്റെ അറേഞ്ച്മെൻ്റ് ആണ്. ഇപ്പോൾ ഡയമണ്ട് എങ്ങനെയാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 3 ഡയമെൻഷണൽ സ്ട്രക്ചർ ആയിട്ടാണ് ഡയമണ്ട് അറേഞ്ച് ചെയ്തേക്കുക. 3 ഡയമെൻഷണൽ സ്ട്രക്ചർ ആയിട്ട് ഒരു കാർബൺ ആറ്റം മറ്റ് 4 കാർബൺ ആറ്റംസുമായിട്ടും ഡയമണ്ടിൽ എന്ത് ചെയ്യുന്നുണ്ട്? ബോണ്ട് ചെയ്യുന്നുണ്ട്. ഒരു കാർബൺ ആറ്റം മറ്റ് 4 കാർബൺ ആറ്റംസുമായിട്ടും ഡയമണ്ടിൽ ബോണ്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഡയമണ്ടിൽ എന്തില്ല? ഫ്രീ ഇലക്ട്രോൺസ് ഇല്ല. ഡയമണ്ടിൽ എന്തില്ല? ഫ്രീ ഇലക്ട്രോൺസ് ഇല്ല. ഡയമണ്ടിൽ ഫ്രീ ഇലക്ട്രോൺസ് ഇല്ലാത്തത് കൊണ്ട് തന്നെ ഡയമണ്ട് എന്താണ്? നോൺ കണ്ടക്ടറാണ്. ഡയമണ്ട് നോൺ കണ്ടക്ടറാണ്. ഓക്കെ, നോൺ കണ്ടക്ടറാണ്. നമ്മൾ ഇലക്ട്രിസിറ്റി ഹീറ്റ് ഒന്നും കണ്ടക്ട് ചെയ്യത്തില്ല. ഓക്കെ, ഇനി ഗ്രാഫൈറ്റിലേക്ക് വരുന്ന സമയത്ത് ഇവിടെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കാർബൺ മറ്റ് 3 കാർബണുമായിട്ടാണ് ലിങ്ക് ചെയ്തിട്ടുണ്ടാവുക. ഓക്കെ, ഒരു കാർബൺ മറ്റ് 3 കാർബണുമായിട്ട് ലിങ്ക് ചെയ്തിട്ട് ഇങ്ങനെ ഷീറ്റ് പോലുള്ള സ്ട്രക്ചറാണ് ഫോം ചെയ്യുക. ഓക്കെ, ഷീറ്റ് പോലുള്ള സ്ട്രക്ചറുകളാണ് ഫോം ചെയ്യുക. ലെയർ ആയിട്ട് ഫോം ചെയ്തിരിക്കും. ഇങ്ങനെ ലെയേർഡ് സ്ട്രക്ചർ ഫോം ചെയ്യുന്നത് കൊണ്ട് തന്നെ നമ്മൾ ഗ്രാഫൈറ്റിനെ സോളിഡ് ലൂബ്രിക്കൻ്റ് ആയിട്ട് ഉപയോഗിക്കാറുണ്ട്. ലൂബ്രിക്കൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? സ്നേഹകം എന്നൊക്കെ മലയാളത്തിൽ പറയും. നമ്മുടെ ഇപ്പോൾ മിഷ്യൻ പാർട്ടൊക്കെ തമ്മിൽ ഒരയുമ്പം അതിനെന്തുണ്ടാവും?
ഒരു ഫ്രിക്ഷൻ ഉണ്ടാവും. ഈ ഫ്രിക്ഷൻ കാരണം തേയ്മാനം സംഭവിക്കും അല്ലെ, മെഷീൻസ് ഒക്കെ പെട്ടെന്ന് ചീത്തയായി പോകും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, അവിടെ ഓയിലോ എന്തെങ്കിലുമൊക്കെ ഇട്ട് കൊടുക്കും. പക്ഷേ എല്ലാ സ്ഥലത്തും നമുക്കങ്ങനെ ഓയിലൊന്നും ഇടാൻ പറ്റത്തില്ല. അങ്ങനെ ലിക്വിഡ് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറ്റാത്ത ഓയിൽ, ഗ്രീസ് ഒക്കെ ഒഴിച്ചു കൊടുക്കുമല്ലോ മെഷീൻ്റെ ഇടയിൽ. ഓക്കെ, അങ്ങനെ ലിക്വിഡ് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറ്റാത്ത സ്ഥലങ്ങളാണെങ്കിൽ നമ്മളവിടെ ഗ്രാഫൈറ്റ് ആണ് എന്തായിട്ട് ഉപയോഗിക്കുക, നമ്മുടെ ഒരു ലൂബ്രിക്കൻ്റ് ആയിട്ട്, സോളിഡ് സ്റ്റേറ്റിലുള്ള ലൂബ്രിക്കൻ്റ് ആയിട്ട് ഉപയോഗിക്കുക. അപ്പോൾ ഡയമണ്ട് ഓർണമെൻറ്റ്സിനായിട്ട് ഉപയോഗിക്കും. ഒരു കാർബൺ ആറ്റം മറ്റ് 4 കാർബൺ ആറ്റംസുമായിട്ട് ബോണ്ട് ചെയ്തിട്ടുണ്ടായിരിക്കും. ക്രിസ്റ്റലൈൻ സ്ട്രക്ചർ 3D സ്ട്രക്ചറാണ്. അതുപോലെ തന്നെ സ്ട്രോങ്ങസ്റ്റ് സബ്സ്റ്റൻസ്, നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള നാച്ചുറലി ഉള്ള ഏറ്റവും സ്ട്രോങ്ങസ്റ്റ് സബ്സ്റ്റൻസ് എന്ന് പറയുന്നത് ഡയമണ്ടാണ്. ഗ്രാഫൈറ്റിന് കട്ടി കുറവാണ്. ഒരു കാർബൺ ആറ്റം മറ്റേ 3 കാർബൺ ആറ്റംസുമായിട്ടാണ് ജോയിൻ ചെയ്തിട്ടുണ്ടാവുക. കാർബണിൻ്റെ കാര്യം നിങ്ങൾ ഓർക്കുക, ഡയമണ്ടിൻ്റെ കാര്യം ഓർക്കുക, sp3 ഹൈബ്രിഡൈസേഷൻ ആണ്. sp3 ഹൈബ്രിഡൈസേഷൻ ആണ് ഡയമണ്ടിന് വരിക. ഗ്രാഫൈറ്റിന് വരിക sp2 ഹൈബ്രിഡൈസേഷൻ ആണ്. ഗ്രാഫൈറ്റിന് വരിക sp2 ഹൈബ്രിഡൈസേഷൻ ആണ്. അപ്പോൾ ഇവിടെ ഗ്രാഫൈറ്റിൻ്റെ കേസിൽ നമുക്ക് ഫ്രീ ഇലക്ട്രോൺസ് കാണാൻ വേണ്ടിയിട്ട് പറ്റും. ഫ്രീ ഇലക്ട്രോൺസ് ഉള്ളതുകൊണ്ട് തന്നെ ഗ്രാഫൈറ്റ് ഒരു നല്ല കണ്ടക്ടറാണ്, സോളിഡ് ലൂബ്രിക്കൻ്റ് ആയിട്ട് ഉപയോഗിക്കും. നമ്മളിപ്പോൾ തന്നെ പറഞ്ഞു ഫുള്ളറിൻ എന്തിൻ്റെ ആലോട്രോപ്പ് ആണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഫുള്ളറിൻ എന്തിൻ്റെ ആലോട്രോപ്പാണ്? ഫുള്ളറിൻ എന്ന് പറയുന്നത് കാർബണിൻ്റെ ആലോട്രോപ്പാണ്. ഓക്കെ, കാർബണിൻ്റെ ആലോട്രോപ്പാണ്. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്, വാട്ട് ഈസ് ദ എക്സ്പെക്റ്റഡ് മോളിക്കുലർ മാസ് ഓഫ് സൾഫർ ഡയോക്സൈഡ്? സൾഫർ ഡയോക്സൈഡിൻ്റെ മോളിക്കുലാർ മാസ് എത്രയാണ്? അപ്പോൾ ഏതൊരു സാധനത്തിൻ്റെയും മോളിക്കുലാർ മാസ് എങ്ങനെയാണ് കണ്ടുപിടിക്കുക? നമ്മൾ അറ്റോമിക് മാസുകളെല്ലാം കൂടെ ആഡ് ചെയ്യാം. ഇപ്പോൾ സൾഫർ ഡയോക്സൈഡ് ആണെങ്കിൽ അതിനകത്ത് സൾഫർ ഉണ്ട്, ഡൈ ഓക്സൈഡ് ആണ് അല്ലേ, അപ്പോൾ SO2 ആണ് ഫോർമുല വരണത്. ഒരു സൾഫർ ഉണ്ട്, 2 ഓക്സിജൻ ഉണ്ട്. താഴെ വരുന്ന എന്ന് പറഞ്ഞാൽ എത്ര ആറ്റംസ് ഉണ്ടെന്നുള്ള നമ്പറാണ് താഴെ കൊടുത്തിരിക്കുന്ന നമ്പർ. അപ്പോൾ ഒരു സൾഫറും 2 ഓക്സിജനും അടങ്ങിയ സൾഫർ ഡയോക്സൈഡിൻ്റെ എക്സ്പെക്റ്റഡ് മോളിക്കുലാർ മാസ് എത്രയാണെന്നാണ് ചോദിക്കുന്നത്. എക്സ്പെക്റ്റഡ് മോളിക്കുലാർ മാസ് എന്ന് പറയുന്നത് നമ്മുടെ അറ്റോമിക് മാസുകൾ നമ്മൾ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ്. സൾഫറിൻ്റെ അറ്റോമിക് മാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 32 ആണ്. ഓക്സിജൻ്റെ അറ്റോമിക് മാസ് എന്ന് പറയുന്നത് 16 ആണ്. ഓക്കെ, അപ്പോൾ 2 × 16, കാരണം ഒരു ഓക്സിജന് 16 ഗ്രാം വെയിറ്റ് ഉണ്ട്. 2 ഓക്സിജൻ എത്ര കാണും? 16 × 2 ഗ്രാം വെയിറ്റ് കാണും. അപ്പോൾ 32 സൾഫറിനും 2 ഓക്സിജനും കൂടെ 32, മൊത്തം 64 U ആയിരിക്കും നമ്മുടെ എന്തെന്ന് പറയണത്, SO2ൻ്റെ അറ്റോമിക് മോളിക്കുലാർ മാസ് എന്ന് പറയുന്നത്. ഏതൊരു കോമ്പൗണ്ട് തന്നാലും നിങ്ങൾ അതിൻ്റെ മോളിക്കുലാർ ഫോർമുല എഴുതുക, ഓരോരുത്തരുടെയും അറ്റോമിക് മാസ് എഴുതുക, ആഡ് ചെയ്യുക. ബേസിക് ആയിട്ടുള്ള കുറേ ആറ്റംസിൻ്റെ അറ്റോമിക് മാസ് നമ്മൾ കാണാതെ പഠിച്ചു വെക്കണം. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ഓരോ പ്രോബ്ലംസ് ചെയ്യുമ്പോഴും അവിടെ വരുന്ന ആൾക്കാർ നമുക്ക് എഴുതി പോകാൻ നിങ്ങൾ ഓരോന്നോരോന്നായിട്ട് പഠിച്ചാൽ മതി, നിങ്ങൾക്ക് ഈസി ആയിരിക്കും. സോ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോയാലോ. നമ്മുടെ ക്വസ്റ്റ്യൻ ഇതാണ്, കാൽക്കുലേറ്റ് ദ റിലേറ്റീവ് മോളിക്കുലാർ മാസ് ഓഫ് വാട്ടർ. വാട്ടറിൻ്റെ റിലേറ്റീവ് മോളിക്കുലാർ മാസ് എത്രയാണ്? കാൽക്കുലേറ്റ് ചെയ്തേ, പെട്ടെന്ന് സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കിയേ. വാട്ടറിൻ്റെ റിലേറ്റീവ് മോളിക്കുലാർ മാസ്, വാട്ടറിൻ്റെ റിലേറ്റീവ് മോളിക്കുലാർ മാസ് ബേസിക് ക്വസ്റ്റ്യൻ ആണ് അല്ലേ, എപ്പോഴും അതുകൊണ്ട് തന്നെ ചോദിക്കാറുണ്ട്, റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കാറുണ്ട്. ഓക്കെ, അപ്പോൾ വാട്ടറിൻ്റെ ഫോർമുല നമുക്കറിയാം, H2O, 2 ഹൈഡ്രജനും 1 ഓക്സിജനും. ഹൈഡ്രജൻ്റെ മാസ് എന്ന് പറയുന്നത് 1 ആണ്. 1 മാസമുള്ള 2 ഹൈഡ്രജനുണ്ട്. അതിൻ്റെ കൂടെ ഓക്സിജൻ്റെ കാര്യം പറഞ്ഞു 16 ആണ്. അപ്പോൾ മൊത്തം നമുക്ക് എത്ര വരും? 18 വരും അല്ലേ. ഹൈഡ്രജൻ്റെ മാസ് 1, ഓക്സിജൻ്റെത് 16, സൾഫറിൻ്റെത് 32. 3 ആൾക്കാരുടെ കാര്യം നമ്മൾ പഠിച്ചു. കാർബണിൻ്റെ എത്രയാണെന്നറിയാമോ? 12 ആണ്. ഇതും കൂടി ഓർത്ത് വെച്ചോളൂ. വരുന്ന ക്വസ്റ്റ്യൻസ് നമുക്ക് കൂടുതൽ ഫ്രീക്വൻ്റ് ആയിട്ട് ചോദിക്കുന്ന ആൾക്കാരുടേത് പഠിച്ച് പോവാം. ഓക്കെ, സോ 18 ആൻസർ കിട്ടി. അടുത്തത്, വാട്ട് ഈസ് ദ മോളിക്കുലാർ മാസ് ഓഫ് ഓസോൺ? ഓസോണിൻ്റെ മോളിക്കുലാർ മാസ് എത്രയാണ്? കാൽക്കുലേറ്റ് ചെയ്തേ ഓസോണിൻ്റെ മോളിക്കുലാർ മാസ്. വാട്ട് ഈസ് ദ മോളിക്കുലാർ മാസ് ഓഫ് ഓസോൺ? ഓസോണിൻ്റെ മോളിക്കുലാർ മാസ് എത്രയാണ്? പെട്ടെന്നൊന്ന് കാൽക്കുലേറ്റ് ചെയ്തേ. അപ്പോൾ നമ്മുടെ ഓക്സിജൻ മെയിനായിട്ട് 2 അലോട്രോപിക് ഫോമിലാണ് കാണുക. ഒന്നാമത്തേന്ന് പറയുന്നത് O2 ആണ്. O2 2 ഓക്സിജൻ ആറ്റംസ് തമ്മിൽ കമ്പൈൻ ചെയ്തിട്ട്.
രണ്ടാമത്തെ ഫോമാണ് O3. ഈ O3 ആണ് നമ്മൾ ഓസോൺ എന്ന് വിളിക്കുക. O3 ആണ് ഓസോൺ എന്ന് വിളിക്കുക. ഓസോണ് നമ്മുടെ അറ്റ്മോസ്ഫിയറിലെ സ്ട്രാറ്റോസ്ഫിയറിലാണ് കാണപ്പെടുക. അറ്റ്മോസ്ഫിയറിൽ സ്ട്രാറ്റോസ്ഫിയർ എന്ന് പറയുന്ന ലെയറിൽ എപ്പോഴും ചോദിക്കുന്നതാണ് ഓസോൺ കാണപ്പെടുന്നത് എവിടെയാണ്? സ്ട്രാറ്റോസ്ഫിയർ എന്ന് പറയുന്ന ലെയറിലാണ് ഓസോൺ കാണുക. 3 ഓക്സിജൻ ആറ്റംസ് കമ്പൈൻ ചെയ്യുന്ന ഫോമാണ് ഓസോൺ എന്ന് പറയുന്നത്. ഓസോൺ ലെയറിൻ്റെ ഡിപ്ലീഷന് കാരണമാകുന്ന, ഓസോൺ ലെയറിന് ഡിപ്ലീഷൻ സംഭവിക്കുന്നുണ്ട്. അതിന് കാരണമാവുന്നത് എന്തിൻ്റെ പ്രസൻസ് ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ CFCയുടെ പ്രസൻസ്. CFC എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ക്ലോറോ ഫ്ലൂറോ കാർബൺസ്. ക്ലോറോ ഫ്ലൂറോ കാർബൺസിൻ്റെ പ്രസൻസ് കൊണ്ടാണ് ഓസോൺ ലെയറിൽ ഡിപ്ലീഷൻ അല്ലെങ്കിൽ വിള്ളലുകൾ അല്ലെങ്കിൽ സുഷിരങ്ങൾ ഉണ്ടാവുന്നത്. ഇനി ക്ലോറോ ഫ്ലൂറോ കാർബൺ എമിറ്റ് ചെയ്യുന്നത് ഏത് ടൈപ്പ് എന്താ പറയുക മെഷീൻസ് ആണെന്ന് ചോദിക്കും. ഏത് ടൈപ്പ് മെഷീൻസ് ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഓർത്ത് വെക്കേണ്ട കാര്യം, ക്ലോറോ ഫ്ലൂറോ കാർബൺസ് എമിറ്റ് ചെയ്യുന്ന ടൈപ്പ് ഓഫ് മെഷീൻസ് എന്ന് പറയുന്നത് നമ്മുടെ റെഫ്രിജറേറ്റർ, അതുപോലെ തന്നെ AC. ബേസിക്കലി എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൂളിംഗ് ഇഫക്റ്റ് ഉള്ള മെഷീനുകളാണ്. കൂളിംഗ് ഇഫക്റ്റ് ഉള്ള മെഷീൻസ് ആണ് കൂളിംഗ് ഏജൻ്റ് ആയിട്ട് CFCs അല്ലെങ്കിൽ ക്ലോറോ ഫ്ലൂറോ കാർബൺസിനെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അവരുടെ പ്രസൻസ് തന്നെയാണ് എന്തിനു വേണ്ടിയിട്ട് കാരണമാവുക? ഇതിൻ്റെ ഡിപ്ലീഷന് വേണ്ടിയിട്ട് കാരണമാവുക. പക്ഷേ ഇപ്പോഴത്തെ ഇൻസ്ട്രുമെൻസിലൊന്നും തന്നെ നമ്മൾ ഈ മെഷീൻസിലൊന്നും നമ്മൾ ക്ലോറോ ഫ്ലൂറോ കാർബൺസ് ഉപയോഗിക്കാറില്ല. നമ്മൾ അതിനൊക്കെ സബ്സ്റ്റിറ്റ്യൂവൻസ് കൊണ്ടുവന്നിട്ടുണ്ട്. ഇത്രയും ക്ലിയർ ആണോ? അങ്ങനെയാണെങ്കിൽ നമ്മുടെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? മോളിക്കുലാർ മാസ് ഓഫ് ഓസോൺ അല്ലേ? ഓസോൺ നമ്മൾ പറഞ്ഞു 3 ഓക്സിജൻ ആറ്റംസ് കമ്പൈൻ ചെയ്ത മോളിക്യൂളാണ്. അപ്പോൾ ഒരു ഓക്സിജൻ ആറ്റത്തിന് 16 ഗ്രാമാണ് വെയിറ്റ്. അങ്ങനെയാണെങ്കിൽ 3 എണ്ണം എന്ന് പറയുമ്പോൾ 16 × 3 വരും. 48 എന്ന് നമുക്ക് 48 μ എന്ന് നമുക്ക് ആൻസർ കിട്ടും. ഓക്കെ, സോ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാമോ? നമ്മുടെ ക്വസ്റ്റ്യൻ ഇതാണ്. Name the scientist who propounded the theory that electrons are trapped in a positively charged sphere. ഇലക്ട്രോൺസ് ഒരു പോസിറ്റീവ്ലി ചാർജ്ഡ് സ്ഫിയറിനകത്താണ് കാണപ്പെടുന്നത് എന്ന് പറഞ്ഞ സയൻറ്റിസ്റ്റിൻ്റെ പേരെന്താണ്? ഇലക്ട്രോൺസ് ഒരു പോസിറ്റീവ്ലി ചാർജ്ഡ് സ്ഫിയറിനകത്താണ് കാണപ്പെടുന്നത് എന്ന് പറഞ്ഞ നമ്മുടെ സയൻറ്റിസ്റ്റിൻ്റെ പേര് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം. എന്താണ്? J.J. തോംസൺ അല്ലേ? J.J. തോംസൺ ആണ്. J.J. തോംസൺ ആണ് ഇലക്ട്രോൺസ് ഒരു പോസിറ്റീവ്ലി ചാർജ്ഡ് സ്ഫിയറിനകത്താണ് കാണപ്പെടുന്നതെന്ന് പറഞ്ഞത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അറ്റോമിക് തിയറിയെ നമ്മൾ പറയുന്ന പേര്, J.J. തോംസൻ്റെ അറ്റോമിക് തിയറിയെ നമ്മൾ പറയുന്ന പേരാണ് വാട്ടർമെലൺ മോഡൽ. വാട്ടർമെലൺ മോഡൽ അല്ലെങ്കിൽ പ്ലം പുഡിംഗ് മോഡൽ. വാട്ടർമെലൺ മോഡൽ അല്ലെങ്കിൽ പ്ലം പുഡിംഗ് മോഡൽ എന്നാണ് നമ്മുടെ J.J. തോംസൻ്റെ അറ്റോമിക് തിയറിയെ നമ്മൾ പറയുന്നത്. അദ്ദേഹം എന്താണ് പറഞ്ഞത്? അദ്ദേഹം പറഞ്ഞത് ആറ്റം എന്ന് പറയണത് ഒരു പോസിറ്റീവ്ലി ചാർജ്ഡ് സ്ഫിയറാണ്. ആറ്റം എന്ന് പറയണത് ഒരു പോസിറ്റീവ്ലി ചാർജ്ഡ് സ്ഫിയറാണ്. അതിനകത്ത് നെഗറ്റീവ്ലി ചാർജ്ഡ് ആയിട്ടുള്ള ഇലക്ട്രോൺസിനെ നമ്മൾ ഈക്വലായിട്ട് ഇങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുവാണ്. ഇത് പ്രത്യേകിച്ച് ഒരു ഏരിയ ഒന്നുമില്ല, ജനറലി ഇങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുകയാണ്. നമ്മുടെ ഇപ്പോൾ വാട്ടർമെലനകത്ത് അതിൻ്റെ കുരുക്കൾ അല്ലേ, തണ്ണിമത്തിനകത്ത് ഒരു സ്പെസിഫിക് ഏരിയയിലൊന്നുമല്ലല്ലോ കുരു വരിക, ജനറലി ഇങ്ങനെ കുരു കിടക്കുമായിരിക്കും. അതല്ലെങ്കിൽ നമ്മുടെ മുന്തിരിങ്ങ ഇട്ട ഒരു പായസത്തിലാണെങ്കിലോ ആ പായസത്തിനകത്ത് എങ്ങനെയായിരിക്കും? മുന്തിരിങ്ങ ഇങ്ങനെ അവിടെ എവിടെയൊക്കെ ആയിട്ട് കിടക്കും അല്ലേ? അതുപോലെ പോസിറ്റീവ്ലി ചാർജ് ആയിട്ടുള്ളൊരു സ്ഫിയറിനകത്ത് നമ്മുടെ ഇലക്ട്രോൺസ് റാൻഡമായിട്ട് കിടക്കുകയാണെന്നാണ് ആര് പറഞ്ഞത്? J.J. തോംസൺ പറഞ്ഞത്. അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം എന്തായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ന്യൂക്ലിയസിൻ്റെ എക്സിസ്റ്റൻസിനെ പറ്റി പറയാൻ പറ്റിയില്ല. ന്യൂക്ലിയസിൻ്റെ എക്സിസ്റ്റൻസിനെ പറ്റി പറയാൻ വേണ്ടിയിട്ട് ആർക്ക് പറ്റിയില്ല? J.J. തോംസന് പറ്റിയില്ല. അദ്ദേഹം ന്യൂക്ലിയസിൻ്റെ എക്സിസ്റ്റൻസിനെ പറ്റിയിട്ട് പറഞ്ഞില്ല. അയാൾ കാഷ്വലായിട്ട് ഒരു പോസിറ്റീവ്ലി ചാർജ്ഡ് സ്ഫിയറിനകത്ത് നെഗറ്റീവ്ലി ചാർജ്ഡ് ഇലക്ട്രോൺസ് കിടക്കുകയാണെന്നാണ് പറഞ്ഞത്. അദ്ദേഹം മറ്റൊരു കാര്യം കൂടെ പറഞ്ഞു, ആറ്റം എന്ന് പറയുന്നത് ഇലക്ട്രിക്കലി ന്യൂട്രലാന്ന് പറഞ്ഞത് കറക്റ്റാണ്. ഇലക്ട്രിക്കലി ന്യൂട്രലാന്ന് പറഞ്ഞു. അങ്ങനെ ന്യൂട്രൽ ആവാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പോസിറ്റീവ് ചാർജ് എത്രയാണോ അതിന് ഈക്വലൻ്റ് ആയിട്ടുള്ള നെഗറ്റീവ് ചാർജ് ഇതിനകത്ത് ഡിസ്പേഴ്സ് ആയി കിടക്കുന്നുണ്ട്. പോസിറ്റീവ് ചാർജ് എത്രയാണോ അതിന് ഈക്വൽ ആയിട്ടുള്ള നെഗറ്റീവ് ചാർജ് ഈ പുഡിങ്ങിനകത്ത് ഡിസ്പേഴ്സ് ആയി കിടക്കുന്നത് കൊണ്ടാണ് ആറ്റം ഇലക്ട്രിക്കലി ന്യൂട്രൽ ആയതെന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഇനി ബോർ നമുക്കറിയാം, ബോർ മോഡൽ ഓഫ് ആറ്റം.
ബോറിൻ്റെ ഇൻവെൻഷൻ എന്താണ്? ബോർ മോഡൽ ഓഫ് ആറ്റം. അതിന് മറ്റൊരു പേരും കൂടെ നമ്മൾ വിളിക്കാറുണ്ട്, എന്താണ്? പ്ലാനറ്ററി മോഡൽ ഓഫ് ആറ്റം. പ്ലാനറ്ററി മോഡൽ ഓഫ് ആറ്റം എന്ന് നമ്മൾ അറിയപ്പെടുന്നത് ആരുടെ അറ്റോമിക് മോഡലിനെയാണ്? ബോർ മോഡലിനെയാണ്. ബോർ മോഡലിനെ നമ്മൾ പ്ലാനറ്ററി മോഡൽ ഓഫ് ആറ്റം എന്നും വിളിക്കാറുണ്ട്. അദ്ദേഹം എന്താണ് പറഞ്ഞത്? അദ്ദേഹം പറഞ്ഞു ന്യൂക്ലിയസ് ഉണ്ട്, ന്യൂക്ലിയസിന് ചുറ്റും ഇലക്ട്രോൺസ് ഒരു ഫിക്സഡ് പാത്തിലാണ് പോകുന്നത്. ന്യൂക്ലിയസിന് ചുറ്റും ഇലക്ട്രോൺസ് ഒരു ഫിക്സഡ് പാത്തിലൂടെയാണ് പോകുന്നതെന്ന് പറഞ്ഞ ആളാണ് ആര്? ബോർ. ഫിക്സഡ് പാത്ത് എന്നുള്ളൊരു കോൺസെപ്റ്റ് പറഞ്ഞത് ആരാണ്? ബോറാണ്. ഈ ഫിക്സഡ് പാത്തിനെ നമ്മൾ എന്ത് വിളിക്കും? ഓർബിറ്റ് എന്ന് വിളിക്കും. ഫിക്സഡ് പാത്തിനെ എന്ത് വിളിക്കും? ഓർബിറ്റ് എന്ന് വിളിക്കും. അപ്പോൾ ബോർ മോഡലിനകത്ത് മറ്റൊരു പേരാണ് പ്ലാനറ്ററി മോഡൽ എന്ന് പറയുന്നത്. അദ്ദേഹം എന്ത് പറഞ്ഞു? നമ്മുടെ ന്യൂക്ലിയസ് ഉണ്ട്, ന്യൂക്ലിയസിന് ചുറ്റും ഒരു ഫിക്സഡ് പാത്തിലാണ് ഇലക്ട്രോൺസ് മൂവ് ചെയ്യുന്നത്. ആ ഫിക്സഡ് പാത്തുകളുടെ പേര് ഓർബിറ്റുകളാണ് എന്ന് പറഞ്ഞത് ആരാണ്? നമ്മുടെ നീൽസ് ബോറാണ്. ഇതാണ് ബോർ മോഡൽ ഓഫ് ആറ്റം. അപ്പോൾ ബോർ മോഡൽ ഓഫ് ആറ്റത്തിന് ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ആറ്റത്തിൻ്റെ സ്റ്റെബിലിറ്റി എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റി. ആറ്റത്തിൻ്റെ സ്റ്റെബിലിറ്റി ആദ്യമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി പറ്റിയത് ആർക്കാണ്? ബോറിൻ്റെ ആറ്റം മോഡൽ വെച്ചിട്ടാണ്. ആറ്റത്തിൻ്റെ സ്റ്റെബിലിറ്റി ആദ്യമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ആരാണ്? നീൽസ് ബോറാണ്. അപ്പോൾ ഇവിടെ നമ്മൾ മറന്നുകൂടാത്തൊരു പേരാണ് റൂദർഫോർഡ്. അപ്പോൾ റൂദർഫോർഡ് എന്ന് പറയുന്നത് ഏറ്റവും ആദ്യം നമ്മുടെ എന്താ പറയുക പ്രോട്ടോൺസിൻ്റെ ഇൻവെൻഷൻ നടത്തുന്നത് ഗോൾഡ്സ്റ്റീൻ എന്ന് പറയുന്ന ഒരു സയൻറ്റിസ്റ്റാണ്. ഗോൾഡ്സ്റ്റീൻ എന്ന് പറയുന്ന ഒരു സയൻറ്റിസ്റ്റാണ് പ്രോട്ടോൺസിൻ്റെ ഡിസ്കവറി ആദ്യമായിട്ട് നടത്തുന്നത്. അതിനുശേഷം പ്രോട്ടോൺസിൻ്റെ ഡിസ്കവറി വെരിഫൈ ചെയ്യുന്നത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് റൂദർഫോർഡാണ്. പ്രോട്ടോൺസിൻ്റെ പ്രസൻസ് വെരിഫൈ ചെയ്യുന്നത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് റൂദർഫോർഡാണ്. റൂദർഫോർഡിൻ്റെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള എക്സ്പെരിമെൻ്റ് ആണ് ഏത്? ഗോൾഡ് ഫോയിൽ എക്സ്പെരിമെൻറ്റ്. ഇത് പല രീതിയിൽ ചോദിക്കാറുണ്ട്. ഗോൾഡ് ഫോയിൽ എക്സ്പെരിമെൻറ്റ് നടത്തിയത് ആരാണെന്ന് ചോദിക്കാറുണ്ട്. അങ്ങനെയാണെങ്കിൽ റൂദർഫോർഡാണ്. അതല്ലാതെ റൂദർഫോർഡ് അദ്ദേഹത്തിൻ്റെ എന്താ പറയുക എക്സ്പെരിമെൻറ്റിന് വേണ്ടി ഉപയോഗിച്ച മെറ്റൽ ഏതാണെന്ന് ചോദിക്കാറുണ്ട്. അത് ഗോൾഡാണ്. ഗോൾഡ് ഫോയിൽ വെച്ചിട്ടാണ് അദ്ദേഹം എക്സ്പെരിമെൻറ്റ് നടത്തുന്നത്. അപ്പോൾ ഗോൾഡ് ഫോയിൽ എക്സ്പെരിമെൻറ്റിൽ കൂടെ അദ്ദേഹം എന്ത് കണ്ടുപിടിച്ചു? അദ്ദേഹം കണ്ടുപിടിച്ചത് നമ്മുടെ ന്യൂക്ലിയസിൻ്റെ പ്രസൻസ് ആണ്. നമ്മുടെ ന്യൂക്ലിയസിൻ്റെ പ്രസൻസ് അല്ലെങ്കിൽ നമ്മുടെ പ്രോട്ടോൺസിൻ്റെ പ്രസൻസ് കണ്ടുപിടിച്ചത് ആരാണ്? റൂദർഫോർഡാണ്. ഓക്കെ, അപ്പോൾ റൂദർഫോർഡിൻ്റെ അറ്റോമിക് മോഡലിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം ഇലക്ട്രോൺസ് ഇങ്ങനെ ഫിക്സഡ് പാത്തിൽ കൂടെയാണ് പോകുന്നതെന്ന് പറഞ്ഞില്ല. ന്യൂക്ലിയസ് ആറ്റത്തിൻ്റെ സൈസ് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ന്യൂക്ലിയസിൻ്റെ സൈസ് വളരെ ചെറുതാണെന്നും ഇലക്ട്രോൺസ് ആറ്റത്തിൻ്റെ ചുറ്റും അതായത് ന്യൂക്ലിയസിൻ്റെ ചുറ്റും റിവോൾവ് ചെയ്യുവാണെന്നും ന്യൂക്ലിയസിന് പോസിറ്റീവ് ചാർജ് ആണെന്നും ഇലക്ട്രോൺസിന് നെഗറ്റീവ് ചാർജ് ആണെന്നും ഒക്കെ ആര് കണ്ടുപിടിച്ചു? റൂദർഫോർഡ് കണ്ടുപിടിച്ചു. എന്തൊക്കെ കണ്ടുപിടിച്ചു? ആറ്റത്തിൻ്റെ സെൻട്രൽ പാർട്ടിൽ ഒരു പോസിറ്റീവ് ചാർജ് ഉണ്ട്. ഓക്കെ, അത് കണ്ടുപിടിച്ചു. അതുപോലെ തന്നെ അദ്ദേഹം എന്ത് പറഞ്ഞു? നെഗറ്റീവ് ചാർജുള്ള ഇലക്ട്രോൺസ് ഈ പോസിറ്റീവ് ചാർജുള്ള ന്യൂക്ലിയസിന് ചുറ്റും റിവോൾവ് ചെയ്യുവാണെന്ന് അദ്ദേഹം കണ്ടുപിടിച്ചു. അദ്ദേഹം അതുപോലെ തന്നെ പറഞ്ഞു ആറ്റത്തിൻ്റെ സൈസ് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ന്യൂക്ലിയസിൻ്റെ സൈസ് വളരെ ചെറുതാണ്. ആറ്റത്തിൻ്റെ സൈസ് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ന്യൂക്ലിയസ് എന്താണ്? വളരെ ചെറുതാണെന്ന് അദ്ദേഹം കണ്ടുപിടിച്ചു. അത് കൂടാതെ അദ്ദേഹം പറഞ്ഞ കാര്യമാണ് മോസ്റ്റ് ഓഫ് ദ സ്പേസ് ഇൻസൈഡ് ആൻ ആറ്റം ഈസ് എംപ്റ്റി. ഒരു ആറ്റത്തിൻ്റെ അകത്ത് വരുന്ന മാക്സിമം സ്പേസും എംപ്റ്റി ആണ്. മോസ്റ്റ് ഓഫ് ദ സ്പേസ് ഇൻസൈഡ് ആൻ ആറ്റം ഈസ് എംപ്റ്റി. ഒരു ആറ്റത്തിനകത്ത് വരുന്ന മോസ്റ്റ് സ്പേസും എന്താണ്? എംപ്റ്റി ആണെന്ന് ആര് കണ്ടുപിടിച്ചു? റൂദർഫോർഡ് കണ്ടുപിടിച്ചു. പക്ഷെ അദ്ദേഹത്തിന് എന്താണ് ചെയ്യാൻ പറ്റാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആറ്റത്തിൻ്റെ സ്റ്റെബിലിറ്റി എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റിയില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആറ്റം ഇങ്ങനെ ഫിക്സഡ് പാത്തിലാണ് പോകുന്നതെന്ന് അദ്ദേഹം പറഞ്ഞില്ല. ആറ്റം ന്യൂക്ലിയസിന് ചുറ്റും റിവോൾവ് ആണ് ചെയ്യുന്നതെന്നാണ് പറഞ്ഞത്. അപ്പോൾ ന്യൂക്ലിയസിന് ചുറ്റും ഒരാൾ ഫിക്സഡ് പാത്തിൽ അല്ലാതെ റിവോൾവ് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ ഓട്ടോമാറ്റിക്കലി അതിൻ്റെ എനർജി കുറയുകയും അത് ഇങ്ങനെ ഇലക്ട്രോൺസ് പോയി എൻഡ് ഓഫ് ദി ഡേ ന്യൂക്ലിയസിലേക്ക് വന്ന് പതിക്കുകയും ചെയ്യണം. കാരണം എന്താണ്? ന്യൂക്ലിയസിന് പോസിറ്റീവ് ചാർജും ഇലക്ട്രോൺസിന് നെഗറ്റീവ് ചാർജുമാണ്. അപ്പം ഓട്ടോമാറ്റിക്കലി പോസിറ്റീവ് ചാർജുള്ള ന്യൂക്ലിയസ് നെഗറ്റീവ് ചാർജുള്ള ഇലക്ട്രോൺസിനെ എന്ത് ചെയ്യും? അട്രാക്ട് ചെയ്യും. അപ്പോൾ ഇങ്ങനെ ആദ്യം ദൂരെ കൂടെ കറങ്ങുവാണെങ്കിൽ അട്രാക്റ്റീവ് ഫോഴ്സ് കാണുന്നത് ഇതിന് അടുത്തടുത്ത് വന്നിട്ട് ഇവഞ്ച്വലി എന്ത് ചെയ്യും? ഇലക്ട്രോൺസ് നമ്മുടെ ഈ പോസിറ്റീവ് ചാർജുള്ള ന്യൂക്ലിയസിലേക്ക് വീണ് പോകും.
അങ്ങനെ വീണ് പോവാതിരിക്കണമെങ്കിൽ ഇത് ഫിക്സഡ് പാത്തിലാണ് പോകുന്നതെന്ന് പറയണം അല്ലേ, കൃത്യമായ ഒരു പാത്തിൽ കൂടെയാണ് പോകുന്നത്, അത് അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും മാറുന്നില്ല എന്ന് പറയണം. അങ്ങനെ പറയാൻ ആർക്ക് പറ്റിയില്ല? റൂദർഫോർഡിന് പറ്റിയില്ല. ആ കാര്യം റൂദർഫോർഡിൻ്റെ അറ്റോമിക് മോഡലിലേക്ക് ഈ ഒരു കാര്യവും കൂടെയാണ് ആര് ഇൻട്രൊഡ്യൂസ് ചെയ്തത്? നീൽസ് ബോർ. ഫിക്സഡ് പാത്ത് എന്നുള്ള ഒരു കാര്യം കൂടെയാണ് അദ്ദേഹം ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഓക്കെ, അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ ഓർക്കുക, സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് തന്നെ ക്വസ്റ്റ്യൻസ് വരാറുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. നമ്മുടെ ക്വസ്റ്റ്യൻ ഇവിടെ എന്തായിരുന്നു? നമ്മുടെ name the scientist who propounded a theory that electrons are trapped in a positively charged sphere and J.J. Thomson. So next ക്വസ്റ്റ്യനിലേക്ക് പോവാം. നമ്മുടെ ക്വസ്റ്റ്യൻ ഇതാണ്: which subatomic particle was discovered by J. Chadwick? Which subatomic particle was discovered by Chadwick? ചാഡ്വിക്ക് ഡിസ്കവർ ചെയ്ത സബ് അറ്റോമിക് പാർട്ടിക്കിൾ എന്താണെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ചാഡ്വിക്ക് ഡിസ്കവർ ചെയ്ത സബ് അറ്റോമിക് പാർട്ടിക്കിൾ എന്താണ്? പറഞ്ഞേ. പ്രോട്ടോൺ ആണോ, ഇലക്ട്രോൺ ആണോ, അതോ ന്യൂട്രോൺ ആണോ? നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. നമ്മുടെ പ്രോട്ടോൺ കണ്ടുപിടിച്ചതിൽ ഏറ്റവും ആദ്യം പ്രോട്ടോൺ ഡിസ്കവറി നടത്തുന്നത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗോൾഡ്സ്റ്റീൻ എന്ന് പറയുന്ന ആളാണ്. അതിനുശേഷം അത് കൺഫേം ചെയ്തത് റൂദർഫോർഡാണ്. നോർമലി റൂദർഫോർഡിൻ്റെ പേര് തന്നെയാണ് ഈ പ്രോട്ടോണിൻ്റെ ഡിസ്കവറിയുമായിട്ട് ബന്ധപ്പെട്ട് പറയാറ്. ഇലക്ട്രോൺസിൻ്റെ എക്സിസ്റ്റൻസ് കണ്ടുപിടിച്ചത് J.J. തോംസൺ ആണ്. ന്യൂറോൺ എന്ന് പറയുന്നത് നമ്മുടെ തലച്ചോറിലേക്കുള്ള നെർവൽ ടിഷ്യൂ ആണ് ന്യൂറോൺ. അതിന് കെമിസ്ട്രി ആയിട്ട് ബന്ധമില്ല. പിന്നെ ഉള്ളത് ന്യൂട്രോൺ ആണ്. ന്യൂട്രോൺ എന്ന് പറയുന്നത് നമ്മുടെ ഒരു ആറ്റത്തിന് സെൻട്രൽ പാർട്ടുണ്ട്, അതിന് പറയുന്ന പേരാണ് ന്യൂക്ലിയസ്. അതിന് ചുറ്റും ഫിക്സഡ് പാത്തുകളിൽ ഇലക്ട്രോൺസ് ഇങ്ങനെ റിവോൾവ് ചെയ്തുകൊണ്ടേയിരിക്കും. ഇലക്ട്രോൺസിന് നെഗറ്റീവ് ചാർജാണ്. ന്യൂക്ലിയസിനകത്ത് പ്രോട്ടോണുമുണ്ട് ന്യൂട്രോണുമുണ്ട്. ഓക്കെ, പ്രോട്ടോണിന് പോസിറ്റീവ് ചാർജാണ്, ന്യൂട്രോൺ ചാർജ് ലെസ് ആണ്. ഈ ന്യൂട്രോൺ ചാർജ് ലെസ് ആണ്. ഈ ന്യൂട്രോണിൻ്റെ എക്സിസ്റ്റൻസ് കണ്ടുപിടിച്ച ആരെന്ന് പറയുന്നത്? ചാഡ്വിക്ക് എന്ന് പറയുന്നത്. ന്യൂട്രോണിൻ്റെ എക്സിസ്റ്റൻസ് കണ്ടുപിടിച്ച ആളാണ് ചാഡ്വിക്ക് എന്ന് പറയുന്നത്. ഓക്കെ, സോ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. നമ്മുടെ ക്വസ്റ്റ്യൻ ഇതാണ്: which British physicist was awarded the Nobel Prize in Physics in 1906 for his discovery of electrons? ഇലക്ട്രോൺസ് ഡിസ്കവർ ചെയ്തതിന് 1906 ഏത് ഫിസിസ്റ്റിനാണ് എന്ത് കിട്ടിയത്? നോബൽ പ്രൈസ് കിട്ടിയത്. ഇതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്കറിയാം ഇലക്ട്രോൺസ് ഡിസ്കവർ ചെയ്തത് ആരാണ്? J.J. തോംസൺ ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇലക്ട്രോണിൻ്റെ ഡിസ്കവറിക്കുള്ള നോബൽ പ്രൈസ് കിട്ടിയത് ആർക്കായിരിക്കും? J.J. തോംസൺ ആയിരിക്കും. വർഷവും കാര്യങ്ങളും ഒന്നും അറിഞ്ഞില്ലെങ്കിലും ഇലക്ട്രോൺസ് ഡിസ്കവർ ചെയ്തത് J.J. തോംസൺ ആണെന്ന് അറിയുന്ന ഒരു കുട്ടിക്ക് ഈ ക്വസ്റ്റ്യന് ആൻസർ എഴുതാൻ വേണ്ടിയിട്ട് പറ്റും. എന്നാലും നമ്മൾ ഈ ഫിസിക്സിൽ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് നോബൽ പ്രൈസും അത് കിട്ടിയ ആൾക്കാരും അതിൻ്റെ ഇയറും ഒന്ന് നോക്കി വെക്കാം. അപ്പോൾ നിങ്ങൾ ആദ്യം നമ്മൾ പറഞ്ഞു നമ്മുടെ ക്വസ്റ്റ്യൻ്റെ ആൻസറായിട്ട് വരുന്ന J.J. തോംസൺ എന്താണ് കണ്ടുപിടിച്ചത്? ഇലക്ട്രോൺസ് ആണ് കണ്ടുപിടിച്ചത്. 1906 അദ്ദേഹത്തിന് ഈ ഡിസ്കവറിക്ക് വേണ്ടിയിട്ട് നോബൽ പ്രൈസ് കിട്ടി. J.J. തോംസൺ ഇലക്ട്രോൺസ് കണ്ടുപിടിച്ചതിന് 1906 എന്ത് കിട്ടി? നോബൽ പ്രൈസ് കിട്ടി. J.J. തോംസൺ ഇലക്ട്രോൺസ് കണ്ടുപിടിച്ചതിന് 1906 അദ്ദേഹത്തിന് നോബൽ പ്രൈസ് കിട്ടി. പിന്നെ ഏൺസ്റ്റ് റൂദർഫോർഡ്. നമ്മുടെ റൂദർഫോർഡ് ഈസ് ഓൾസോ നോൺ ആസ് ഫാദർ ഓഫ് ന്യൂക്ലിയർ ഫിസിക്സ്. ന്യൂക്ലിയർ ഫിസിക്സിൻ്റെ ഫാദർ എന്നറിയപ്പെടുന്നതും ആരാണ്? റൂദർഫോർഡാണ്. അപ്പോൾ റൂദർഫോർഡ് ഫാദർ ഓഫ് ന്യൂക്ലിയർ ഫിസിക്സ് എന്നറിയപ്പെടുന്നു. അദ്ദേഹമാണ് എന്ത് ചെയ്തത്? നമ്മുടെ ന്യൂക്ലിയസിൻ്റെ പ്രസൻസ് കണ്ടുപിടിച്ചത്. ഈ ന്യൂക്ലിയസിൻ്റെ പ്രസൻസ് കണ്ടുപിടിക്കാൻ വേണ്ടി അദ്ദേഹം ഉപയോഗിച്ചത് എന്താണ്? ഗോൾഡ് ഫോയിൽ എക്സ്പെരിമെൻ്റ് ആണ്. ഇതിന് വേണ്ടിയിട്ട് 1908 അദ്ദേഹത്തിന് എന്ത് കിട്ടി? നോബൽ പ്രൈസ് കിട്ടി. ഇതിന് വേണ്ടിയിട്ട് 1908 അദ്ദേഹത്തിന് എന്ത് കിട്ടി? നോബൽ പ്രൈസ് കിട്ടി. പിന്നെ വരുന്നത് നീൽസ് ബോർ ആണ്. നീൽസ് ബോർ നമ്മൾ പറഞ്ഞു ആറ്റത്തിന് ഫിക്സഡ് പാത്ത് ഉണ്ടെന്നൊക്കെ കണ്ടുപിടിച്ചത് അദ്ദേഹമാണ്. അപ്പോൾ അദ്ദേഹത്തിന് നോബൽ പ്രൈസ് കിട്ടുന്നത് 1922 അദ്ദേഹത്തിന് നോബൽ പ്രൈസ് കിട്ടുന്ന ഏത് വർഷമാണ്? 1922 ഇത്രയും വർഷങ്ങളും ഈ ഡീറ്റെയിൽസ് നിങ്ങൾ ഓർത്ത് വെക്കുക, വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്: ജനറലി ദ ന്യൂക്ലിയസ് ഓഫ് ആൻ ആറ്റം കൺസിസ്റ്റ് ഓഫ്. നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തു ഒരാറ്റത്തിൻ്റെ ന്യൂക്ലിയസിൽ എന്തൊക്കെയാണുള്ളത്? പ്രോട്ടോൺസ് ആൻഡ് ന്യൂട്രോൺസ്, പ്രോട്ടോൺസ് ആൻഡ് ഇലക്ട്രോൺസ് ആൻഡ് ന്യൂട്രോൺസ് ഓൺലി. ആൻസർ പറഞ്ഞേ, ഒരാറ്റത്തിൻ്റെ ന്യൂക്ലിയസിൽ എന്തൊക്കെയാണുള്ളത്? നമുക്കറിയാം ഒരാറ്റം എന്ന് പറയുന്നത് എങ്ങനെയാണ്? നമുക്ക് സെൻട്രൽ പാർട്ടിൽ ന്യൂക്ലിയസ് ഉണ്ട്. ന്യൂക്ലിയസിനകത്ത് ആരൊക്കെയാണുള്ളത്? പ്രോട്ടോൺസും ന്യൂട്രോൺസുമാണുള്ളത്. പ്രോട്ടോൺസിന് പോസിറ്റീവ് ചാർജ് ആണ്, ന്യൂട്രോൺസിന് ചാർജ് ഇല്ല.
ന്യൂക്ലിയസിൻ്റെ പുറത്താണ് ആരുള്ളത്? ഇലക്ട്രോൺസ് ഉള്ളത്. ഇലക്ട്രോൺസ് ഫിക്സഡ് പാത്തിൽ മൂവ് ചെയ്തുകൊണ്ടിരിക്കും. ആ പാത്തിന് നമ്മൾ എന്ത് വിളിക്കും? ഓർബിറ്റ്സ് എന്ന് വിളിക്കും. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ന്യൂക്ലിയസിനകത്ത് എന്തൊക്കെയാണുള്ളതെന്നാണ്. അതെ, പ്രോട്ടോൺസും ന്യൂട്രോൺസും. ഓപ്ഷൻ എ ആണ് നമ്മുടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏറ്റവും ബേസിക് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. വരുന്ന ക്ലാസ്സുകളിൽ ആദ്യത്തെ ഒരു 2-3 ക്ലാസ്സിൽ നമുക്ക് ബേസിക് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്താതൊന്ന് ഉറപ്പിച്ചതിന് ശേഷം ഹയർ ലെവൽ ഓഫ് ക്വസ്റ്റ്യൻസിലേക്ക് പോവാം. സോ നിങ്ങൾക്ക് ഈ സെഷൻ ഹെൽപ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. താങ്ക് യു സോ മച്ച്. ഹാപ്പി ലേണിംഗ്. ബൈ.